തറാവീഹ് നബി തങ്ങളുടെ നിസ്കാരം എന്താണ്, എത്രയാണ് വ്യക്തമാണ്. ഹദീസ് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലും ഷാഫി മദ്ഹബിലെ ഒരു കിതാബ് മാത്രമാണ് പരിചയപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ പ്രശസ്തമായ കിതാബാണ് അൽ അദ്കാർ അൽ മുന്തഖിബ മിൻ കലാമി സയ്യിദുൽ അബ്റാർ. മുത്തുനബിയുടെ കലാമിൽ നിന്ന് തിരഞ്ഞെടുത്ത ദിക്റുകൾ. അതിൽ ഒരു അധ്യായമുണ്ട്, ബാബു അദ്കാരി സ്വലാത്തി തറാവീഹ്. 166 പേജിലെടുത്ത് നോക്കിയാൽ ഇമാം നവവി തങ്ങൾ പറയാം, ചില ആളുകൾ പറയും റമദാനിക്ക് തറാവീഹ് പറഞ്ഞ ഒരു നിസ്കാരം തന്നെ ഇല്ലയെന്ന്. ഖിയാമുൽ ലൈലി, രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തുള്ള നിസ്കാരം തന്നെയാണ്. തറാവീഹ് പറഞ്ഞിട്ട് പ്രത്യേക നിസ്കാരമൊന്നുമില്ല, അത് 11 8 പറയും. എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറയുന്നത് നോക്കുക. ഇഅ്ലം, നീ മനസ്സിലാക്കിക്കോ. പലരും പലതും പറയും. എന്താ മനസ്സിലാക്കേണ്ടത്? അന്ന സ്വലാത്ത തറാവീഹ, തറാവീഹ് നിസ്കാരം സുന്നത്തുൻ, അത് സുന്നത്താണ്. ബിത്തിഫാക്കിൽ ഉലമായി, അതിൽ പണ്ഡിതന്മാർക്ക് യാതൊരു തർക്കവുമില്ല. ഇത് ഇന്ന് കാലത്ത് ജീവിച്ചല്ല, രണ്ടാം ഷാഫി എന്ന് പറയുന്ന ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. എന്നിട്ട് പറയാണ് വഹിയ 20 റക്അ, അത് 20 റക്അത്താണ്. ഒരു തർക്കില്ലാതെ പറയുന്നത് 20 റക്അത്താണ്. യുസല്ലിമു മിൻ കുല്ലി റക്അത്തൈൻ, എല്ലാ 2 റക്അത്തിലും സലാം വീട്ടണം, അത് നിർബന്ധമാണ്. അങ്ങനെ നിസ്കരിക്കുന്ന 20 റക്അത്താണ്. വസിഫത്തു നഫ്സി സ്വലാത്തി കസിഫത്തി ബാക്കി സ്വലവാത്തി, ബാക്കിയുള്ള നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് ഈ നിസ്കാരവും എന്ന് ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ പിന്നെ നമ്മൾ വേറെ ആരെങ്കിലും പറയുന്നത് നോക്കണോ? ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. 1% താഴെ ആളുകൾ മാത്രമാണ് ഈ 8ഉം 11ഉം തർക്കിച്ച് ലോകത്തുള്ളത്. അതുകൊണ്ട് അതിലാരും വഞ്ചിതരാവരുത്.